നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം സീറ്റായി ആലപ്പുഴ ചോദിച്ച മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് വേണമെന്ന പാർട്ടി നിലപാട് UDF-ൽ അറിയിച്ചതായും അക്കാര്യം അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. നാളെ നടക്കുന്ന ഉഭയകക്ഷി യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകും. തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും PMA സലാം. മൂന്നാം സീറ്റ് ചോദിക്കാൻ ലീഗിന് അവകാശമുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ലീഗ് മൂന്നാം സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ല. പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ടു പോകൂവെന്നും KC വേണുഗോപാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ലീഗിന്റെ മൂന്നാം സീറ്റ് ചർച്ച നാളെ കൊച്ചിയിൽ. മാർച്ച് ആദ്യവാരം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന് K മുരളീധരൻ. കേരളത്തിന്റെ ആദ്യ പട്ടിക ഉടൻ നൽകും. സീറ്റിന്റെ പേരിൽ തർക്കമുണ്ടാവില്ലെന്നും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്നും മുരളീധരൻ. ചർച്ച നടക്കുമ്പോൾ ലീഗിന്റെ മൂന്നാം സീറ്റിനെ കുറിച്ച് പറയുന്നത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച നടക്കുകയാണ്. EP ജയരാജനല്ലല്ലോ ലീഗിന്റെയും UDF-ന്റെയും കാര്യം പറയേണ്ടതെന്നും സതീശൻ. ആലപ്പുഴയിൽ കിടിലൻ സ്ഥാനാർത്ഥി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യത്തിൽ തീരുമാനം വൈകില്ലെന്നും പ്രതിപക്ഷ നേതാവ്. ആലപ്പുഴയിൽ ജനവിധി തേടാനുള്ള സാധ്യത തള്ളാതെ KC വേണുഗോപാൽ. ആലപ്പുഴയിൽ താൻ മത്സരിക്കണമെന്ന പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കുന്നു. പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും KC വേണുഗോപാൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനത്തിന് വൈകിയെത്തിയതിൽ ക്ഷുഭിതനായി KPCC അധ്യക്ഷൻ K സുധാകരൻ. അസഭ്യപദവും ചേർത്തായിരുന്നു സുധാകരന്റെ പ്രതികരണം. ആലപ്പുഴയിലെ സമരാഗ്നി പരിപാടിക്കിടെയാണ് സംഭവം. മാധ്യമങ്ങളുടെ മൈക്ക് ഓണാണെന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചതോടെയാണ് സുധാകരൻ സംസാരം അവസാനിപ്പിച്ചത്. അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരിപാടി പൂർത്തിയാകും മുമ്പ് സുധാകരൻ വേദി വിട്ടു. സുധാകരന്റെ പരാമർശത്തിൽ സതീശന് കടുത്ത അതൃപ്തി. പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നു. രാജ്യഭീഷണി മുഴക്കിയ സതീശനെ അനുനയിപ്പിക്കാൻ ശ്രമം. തെരഞ്ഞെടുപ്പിനെയും സമരാഗ്നി യാത്രയെയും ബാധിക്കരുതെന്ന് നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 സീറ്റുകളിലും ഇടതുമുന്നണി വിജയിക്കുമെന്ന് മലപ്പുറത്തെ സ്ഥാനാർത്ഥി V വസീഫ് ന്യൂസ് 18നോട്. മതന്യൂനപക്ഷങ്ങളുടെ അടക്കം വോട്ടുകൾ ഇത്തവണ കൂടുതലായി ലഭിക്കും. 2019-ലെ സാഹചര്യമല്ല ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ളതെന്നും വസീഫ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ നേട്ടം പരാമർശിച്ച് മുഖ്യമന്ത്രി. എന്തെല്ലാം എഴുതിവിട്ടിട്ടും ഇന്നലെ വന്നത് കണ്ടല്ലോ എന്നും ജനം എന്തൊക്കെയാണ് സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ എന്നും മുഖ്യമന്ത്രി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു പിന്നാലെ കോൺഗ്രസിൽ രാജി. DCC ജനറൽ സെക്രട്ടറി പനത്തുറ പുരുഷോത്തമൻ രാജിവെച്ചു. തിരുവനന്തപുരം വെള്ളാർ വാർഡിന്റെ ചുമതലയിലായിരുന്നു പുരുഷോത്തമൻ. ഡൽഹിയിലും ഗുജറാത്തിലും ഉൾപ്പെടെ 5 ഇടങ്ങളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സീറ്റ് ധാരണ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലും മത്സരിക്കും. ഗോവയിലും ഹരിയാനയിലും ചണ്ഡീഗഡിലും ഇരു പാർട്ടികളും സഖ്യമായി മത്സരിക്കും. ഡൽഹിയിൽ ഇരു പാർട്ടികളും സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സഖ്യം പ്രഖ്യാപിച്ചത്. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടുമായി വീണ്ടും തൃണമൂൽ കോൺഗ്രസ്. എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് തൃണമൂൽ നേതാവും രാജ്യസഭാംഗവുമായ ഡെറിക് ഒബ്രയാൻ. കോൺഗ്രസും തൃണമൂലും സഖ്യ ചർച്ചകൾ പുനരാരംഭിച്ചുവെന്നും ഉടൻ ധാരണയിലെത്തുമെന്നുമുള്ള വാർത്തകൾക്കിടെയാണ് ഡെറിക് ഒബ്രയാന്റെ പ്രതികരണം. ഡൽഹി ചലോ മാർച്ച് നീട്ടിവെച്ച് കർഷക സംഘടനകൾ. ഈ മാസം 29 വരെയാണ് മാർച്ച് നീട്ടിവെച്ചത്. ഭാവി പരിപാടികൾ അന്ന് പ്രഖ്യാപിക്കുമെന്ന് കർഷക നേതാവ് സർവാൻ സിംഗ് പാന്തർ പറഞ്ഞു. അതുവരെ കർഷകർ അതിർത്തിയിൽ തന്നെ തുടരും. കർഷകർക്കായി വലിയ സംഭരണ പദ്ധതി കേന്ദ്രം ആരംഭിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യമായ വെയർഹൌസുകളിലും ഗോഡൌണുകളിലും സർക്കാർ നിർമ്മിക്കും. കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യയുമായി കൂടുതൽ ബന്ധപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി. കർഷകരുടെ പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പുരുഷോത്തം റുപാല. കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർന്നും ചർച്ചകൾ നടക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കേന്ദ്രമന്ത്രി.
ഉത്തരാഖണ്ഡിന് പിന്നാലെ പൊതുവ്യക്തി നിയമം നടപ്പാക്കാൻ അസം സർക്കാർ. ആദ്യപടിയായി മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കി. ശൈശവ വിവാഹം നിരോധിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് അസം മുഖ്യമന്ത്രി. ചട്ടവിരുദ്ധമായി നിയമനം നേടി എന്ന് കാണിച്ച് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലർമാരുടെ ഹിയറിംഗ് നടത്തി. 4 വിസിമാരാണ് രാജ്ഭവനിൽ ഹിയറിംഗിനെത്തിയത്. ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാർ ഓൺലൈനായി പങ്കെടുത്തു. സംസ്കൃത സർവകലാശാല വിസിക്ക് വേണ്ടി അഭിഭാഷകൻ ഓൺലൈനായി ഹാജരായി. കാലിക്കറ്റ് സർവകലാശാല വിസിക്കായി അഭിഭാഷകൻ നേരിട്ട് രാജ്ഭവനിലെത്തി. സംസ്ഥാനത്ത് താപനില വീണ്ടും ഉയരും. 9 ജില്ലകളിൽ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി വരെ ചൂട് കൂടാമെന്ന് പ്രവചനം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPM ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യം. ഇടുക്കി നെടുങ്കണ്ടം സന്യാസിയോടയിൽ യുവാവ് നായയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തി. ബന്ധുവീട്ടിലെ നായ കുരച്ചു ചാടിയതിന്റെ പ്രകോപനത്തിലാണ് യുവാവിന്റെ ക്രൂരകൃത്യം. സന്യാസിയോട സ്വദേശിയായ കളപ്പുരമറ്റത്തിൽ രാജേഷിനെതിരെ കമ്പംമേട്ട് പോലീസ് കേസെടുത്തു. തൃശൂർ മലക്കപ്പാറയിൽ ആദിവാസി ഊരുമൂപ്പനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. വീരാൻകുടി ഊരിലെ മൂപ്പൻ വീരനാണ് മർദ്ദനമേറ്റത്. പരുക്കേറ്റ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടിലുകൾ പൊളിക്കുന്നതിനിടെയാണ് വീരന് പരിക്കേറ്റത്. തൃശൂർ മലക്കപ്പാറ വീരൻകുടി ഊരിലെ ആദിവാസി മൂപ്പനെ വനപാലകർ മർദ്ദിച്ചതായുള്ള ആരോപണത്തിൽ ഇടപെട്ട് വനമന്ത്രി. അന്വേഷണം നടത്തി അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ആദിവാസികൾക്കെതിരെ എന്തെങ്കിലും നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തിവെക്കാനും നിർദ്ദേശിച്ച് AK ശശീന്ദ്രൻ. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം തുടരുന്നു. പടമലയിൽ അജീഷിനെ കൊലപ്പെടുത്തി 2 ആഴ്ച കഴിഞ്ഞിട്ടും ആനയെ പിടികൂടാൻ കഴിയാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. കർണാടക ഉൾവനത്തിൽ തുടരുന്ന കാട്ടാന കർണാടക കേരള വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. കരിമണൽ ഖനനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തോട്ടപ്പള്ളിയിലെ തീരശോഷണം സംബന്ധിച്ച ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. പൊതുമേഖലയുടെ മറവിൽ നാടിന്റെ പൊതുസ്വത്ത് സ്വകാര്യ കമ്പനിക്ക് നൽകുകയാണ്. സർക്കാർ സ്വകാര്യ മുതലാളിക്ക് ഒത്താശ ചെയ്യുന്നതായും കരിമണലിനെതിരെ സമരം ചെയ്ത ജില്ലയിലെ CPM മറുപടി പറയണമെന്നും KC വേണുഗോപാൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഗൌരവമായി കാണുന്നുവെന്ന് K മുരളീധരൻ. നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തോൽവി ഉണ്ടാകേണ്ടിയിരുന്നില്ലെന്നും K മുരളീധരൻ. PK കുഞ്ഞനന്ദനെ വിഷം കൊടുത്തു കൊന്നെന്ന ആരോപണവുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ. കുഞ്ഞനന്ദന്റെ മരണത്തിൽ പുനരന്വേഷണം വേണം. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് കമ്മിറ്റിയിൽ പറഞ്ഞ ശേഷമാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CPMുകാർ തന്നെ പറയുന്നുണ്ടെന്നും സുധാകരൻ. TP കേസ് പ്രതി കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞത് അന്വേഷിക്കണമെന്ന് K മുരളീധരൻ. കുടുംബം പറയുന്നതിലല്ല കാര്യം. LDF വന്ന ശേഷം കുഞ്ഞനന്ദൻ കൂടുതൽ സമയവും പുറത്താണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് വീഡിയോ ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. TPയെ കൊന്ന ശക്തികൾക്ക് വടകരയിൽ സ്ഥാനമില്ലെന്നും K മുരളീധരൻ. മാസപ്പടി കേസിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KSIDC സമർപ്പിച്ച ഹർജിയിൽ കക്ഷി ചേരാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. SFIO അന്വേഷണത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ആവശ്യം കോടതി നിരസിക്കുകയായിരുന്നു. KSIDC വാദം വിശദമായി കേട്ട കോടതി തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കാൻ മാറ്റി. മാധ്യമങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. മുഖാമുഖത്തിന് ആളെ കൂട്ടാൻ പെടാപ്പാടെന്ന പത്രവാർത്തയ്ക്കെതിരെയാണ് വിമർശനം. അത്തരം വാർത്ത ഒരുതരം മനസ്ഥിതിയുടെ ഭാഗമാണ്. ഒരു ഹാളിൽ ആളെ കൂട്ടാൻ ഒരു പ്രയാസവുമില്ലെന്ന് എഴുതിയ ആൾക്കറിയാമെങ്കിലും മാനേജ്മെന്റ് എഴുതിപ്പിക്കുകയാണെന്നും പിണറായി വിജയൻ. സപ്ലൈകോയ്ക്ക് 203.9 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി. നെല്ല് സംഭരണത്തിനായാണ് തുക അനുവദിച്ചത്. സബ്സിഡിക്കാണ് 195.36 കോടി രൂപ. കൈകാര്യ ചെലവിനത്തിൽ 8.54 കോടിയും അനുവദിച്ചു. കേന്ദ്രം താങ്ങുവില കുടിശ്ശിക ആക്കിയതിനാലാണ് സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തിയത്. നെല്ലുവിലയായി കേന്ദ്രം തരാനുള്ളത് 763 കോടി രൂപയാണെന്നും മന്ത്രി.
ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. പൊങ്കാലയുടെ തലേദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ രാവിലെ 10:30 പൊങ്കാല അർപ്പിക്കുക. 2:30 പൊങ്കാല നിവേദ്യം. ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്ന എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മന്ത്രി. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ മകൻ തുഴൽ പുരോഗമിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ വലിയ ഒഴുക്കാണ്. മകൻ തുഴൽ രാത്രി 10:30 വരെ.